ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ദുറൂസു സർഫ് അഥവാ സർഫിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒന്നാമത്തെ ഭാഗമാണത്. സർഫ് എന്ന് പറഞ്ഞാൽ മോർഫോളജി, അതായത് ഒരു വാക്കുകളുടെ രൂപശാസ്ത്രം, ബ്രാഞ്ചസ് ഓഫ് എ ഗ്രാമറാണ്, ഒരു നഹ്വിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ക്രിയകൾ, അതിന് നമ്മുടെ ജെൻഡർ, നമ്പർ, ടെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആ ക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളുണ്ട്. 29 എന്നും പറയാറുണ്ട്. കാരണം നമ്മുടെ അലിഫ് എന്നുള്ള അക്ഷരത്തിന് രണ്ടായിട്ട് പറയാറുണ്ട് ചിലവർ. അപ്പോൾ 29 അലിഫുൻ യാബിസയുണ്ട്, അലിഫുൻ ലയ്യിനയുണ്ട്. ഓക്കെ, അലിഫുൻ യാബിസ എന്ന് പറഞ്ഞാൽ അലിഫിൻ്റെ മുകളിലൊരു ഹംസ ഇട്ടിട്ടുള്ളതല്ല, ഹംസയുള്ളത്, അതാണ് യാബിസ. അലിഫുൻ ലയ്യിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫുൻ മദ്ദിയ, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ. ഓക്കെ, നീട്ടാൻ ഉപയോഗിക്കുന്ന ഹംസ പോലുള്ള അലിഫ്. ഓക്കെ, ഈ രണ്ട് അലിഫിനെയും കൂടിയിട്ട് വേർതിരിച്ച് പറയുകയാണെങ്കിൽ 29 അക്ഷരം. അല്ലാതെ പറയുകയാണെങ്കിൽ 28 അക്ഷരങ്ങൾ എന്ന് പറയും. പിന്നെ അറബി അക്ഷരമാലക്ക് അറബിയിൽ പറയുന്ന പേരെന്താ? ഹുറൂഫുൽ ഹിജായിയ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ അക്ഷരങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാവും? കലിമകൾ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് അഖ്സാമുൽ കലാം അല്ലെങ്കിൽ അൻവാഉൽ കലിമ, കലിമകളുടെ ഇനങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അറബി ഗ്രാമറിൽ ഈ കലിമകളെ, വാക്കുകളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. 1 ഇസ്മ്, 2 ഫിഅൽ, 3 ഹർഫ്. ഇസ്മ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിൻ്റെ അല്ലെങ്കിൽ ഒരു എനിമൽസ്, ഒരു ചെടി, അല്ലെങ്കിൽ ഒരു നിർജീവമായ വസ്തുക്കളുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ, അതാണ് ഇസ്മു പറയണത്. ഓക്കെ, നമ്മൾ പറയാറുണ്ട്, പിന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സബ്ജക്റ്റ്, നൗണ്, പ്രോനൗണ്, പിന്നെ അഡ്ജക്റ്റീവ്, അഡ്വർബ്, അതൊക്കെ ഇസ്മിലാണ് വരാറ്. ഓക്കെ, ഇനി ഫിഅൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലത്തിൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്, അതാണ് ഫിഅൽ. കാലസൂചനയുള്ള ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ വേർഡാണ് ഫിഅൽ പറയണത്. പിന്നെ ഹർഫ് പറയണത് എന്താ? എന്തെങ്കിലും ഒന്നിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രമേ അർത്ഥം ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് അർത്ഥം ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് അല എന്ന് പറഞ്ഞാൽ എന്താ? മേൽ, ഓൺ എന്നാണ് അല്ലേ? മേൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമല്ല. അല തോവിലെത്തി, മേശമേൽ, അലൽ കുർസി, കസാരമേൽ, ഫിൽ മദ്രസത്തി, സ്കൂളിൽ. എങ്ങനെ? ഫി എന്ന് പറഞ്ഞാൽ ഇൽ, അതാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലും ഉപയോഗിച്ചല്ലാതെ അർത്ഥം പൂർണ്ണമായി വെളിപ്പെടുത്താത്ത ഓരോ വാക്കും ഹർഫുകൾ ആകുന്നു. അപ്പോൾ ഇസ്മുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആളുകൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്മുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സാധനങ്ങളുടെ പേര് പണ്ട് കാലത്ത് ഇപ്പോൾ ഹാത്തിഫ്, ഫോണ്, അതൊന്നും, ആ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഫിഅലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി ഹർഫുകളെ കുറിച്ച് പറയാം. ഹർഫ് പറഞ്ഞാൽ നമ്മൾ അക്ഷരത്തിനെയും പറയാം ഹർഫ് എന്നാണല്ലോ. ഓക്കെ, പക്ഷേ ഈ ഹർഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ആ ഹർഫും ഈ ഹർഫും വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഹർഫ് ഇത് ഹർഫുൽ മആനിയാണ്, മറ്റേത് ഹർഫുൽ മബാനി എന്നാണ് പറയുക. നമ്മുടെ അറബി അക്ഷരമാലയ്ക്ക് നമ്മൾ പറയാം ഹർഫുൽ മബാനി എന്നും പറയാറുണ്ട്. ഇത് ഹർഫുൽ മആനിയാണ് കേട്ടോ. അപ്പോൾ ഈ ഹർഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം അറബി ഭാഷയിൽ 80 ഹർഫുകളാണുള്ളത്. ഓക്കെ, ഈ ഹർഫുകൾ അവർക്ക് എന്താ പറയുക, ഹർഫിലുള്ള അക്ഷരങ്ങളനുസരിച്ചിട്ട് ഹർഫിനെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഉഹാദിയത്തുൻ. ഉഹാദിയത്തുൻ എന്ന് പറഞ്ഞാൽ ഒരക്ഷരമുള്ള ഹർഫിനാണ് ഉഹാദിയത്തുൻ എന്ന് പറയുന്നത്. ഉഹാദിയ എന്ന് പറയുന്നത് ഒരക്ഷരമുള്ള ഹർഫിനാണ്. ഉദാഹരണത്തിന് ഹംസത്തുൽ ഇസ്തിഫാമിയ, ചോദ്യം ചോദിക്കാനുള്ള ഹംസ ഒരക്ഷരമല്ലേ ഉള്ളൂ. അൻത താലിബുൻ, നീ ഒരു വിദ്യാർത്ഥിയാണോ, ഹംസ ഒരക്ഷരമുള്ളത്. അല്ലെങ്കിൽ ബിസ്മി, നാമത്താൽ, നാമത്തിൻ്റെ സഹായത്താൽ, എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ ലാമുൽ മിൽക്ക് ഉണ്ട്, അതുപോലെ ഒരുപാട് ലാമുത്താലിയിലുണ്ട്. അപ്പോൾ അതൊരു ഹർഫാണ്. ഇങ്ങനെ 13 ഹർഫുകൾ, മൊത്തം 13 ഹർഫുകളാണ് ഉഹാദിയ
അഥവാ ഒരക്ഷരമുള്ള ഹർഫുകൾ. രണ്ടാമത്തേത് സുനായിയത്തുൻ, രണ്ടക്ഷരമുള്ള ഹർഫുകൾ. അത് മൊത്തം 26 എണ്ണമാണുള്ളത്. മറ്റേത് 13, ഇത് 26, മൊത്തം 80. ഉദാഹരണത്തിന് ഹൽ, ആണോ എന്ന് ചോദിക്കുന്ന ഹൽ. ഹൽ അൻത താലിബുൻ, നീ ഒരു വിദ്യാർത്ഥിയാണോ. മിൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. പിന്നെ അങ്ങനെ ഉള്ളതാണ് സുനായിയത്തുൻ. ഇനി 3 അക്ഷരമുള്ള ഹർഫുകൾ, അത് മൊത്തം 25 എണ്ണമാണ്. സുലാസിയത്തുൻ, ഇന്ന, അന്ന, അല പോലുള്ളത് അല്ലേ. ഇന്ന എന്ന് പറഞ്ഞാൽ ഷദ്ദയുള്ള നൂന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, സുക്കൂനുള്ള ഒരക്ഷരം പ്ലസ് ഹർക്കത്തുള്ള ഒരക്ഷരമാണ് ഷദ്ദ എന്ന് പറയുന്നത്. ഇന്ന, ഇന്ന് പ്ലസ് ന, ഇന്ന, അന്ന, അല. ഓക്കെ, ശ്രദ്ധിക്കേട്ടാ. പിന്നെ അടുത്തത് റുബായിയത്തുനാണ്. റുബായിയത്തുൻ എന്ന് പറഞ്ഞാൽ 4 അക്ഷരമുള്ള ഹർഫുകൾ. ഓക്കെ, അത് 15 എണ്ണമാണ്. ലാക്കിൻ, ലാക്കിനെ അല്ല കേട്ടോ, ലാക്കിൻ, നൂനിന് സുക്കൂൻ. ലാക്കിൻ, എഴുത്തിൽ അലിഫ് കാണില്ല, ലാക്കിൻ പക്ഷേ എന്നൊക്കെ പറയുന്നത്. ലാക്കിൻ, ലഅല്ല, ലഅല്ല 4 അക്ഷരമാണ് കേട്ടോ. ലാമിന് ഷദ്ദ കൂട്ടിയിട്ട് 4 അക്ഷരം. ഇനി ഹുമാസിയത്തുൻ 5 അക്ഷരമുള്ള, അത് ഒരേ ഒരെണ്ണമാണ്. ലാക്കിന്ന, ലാക്കിന്ന. ഓക്കെ, ഇനി നമ്മളെ ഫിഅലുകൾ അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് സുലാസിയുൻ. സുലാസിയുൻ, അസുലാസിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അക്ഷരമുള്ള ഫിഅലുകൾ. 3 അക്ഷരമുള്ള ഫിഅലുകൾ. ഉദാഹരണത്തിന് കതബ, ജലസ, ജീം, ലാം, സീൻ, ജലസ, കതബ പോലുള്ളവ. അടുത്തത് ഒരു ഫിഅലിന് മിനിമം 3 അക്ഷരം ഉണ്ടായിരിക്കും കേട്ടോ. മിനിമം 3 അക്ഷരം ഉണ്ടായിരിക്കും. 3 അക്ഷരത്തിൽ കുറവുള്ള ഫിഅലുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, രണ്ടാമത്തേത് റുബായിയു. റുബായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അക്ഷരമുള്ളവ. അല്ലമ, അഫ്അല, അഫ്അല വസനിൽ വരുന്ന അല്ലമ, അക്രമ, ജൽസല, ഖാതല, അതൊക്കെ 4 അക്ഷരമുള്ള ഫിഅലുകളാണ്. മൂന്നാമത്തേത് ഹുമാസിയുൻ. ഹുമാസിയുൻ 5 അക്ഷരമുള്ളവ. തഅല്ലമ പോലുള്ളവ, പഠിപ്പിച്ചു, തഅല്ലമ. ഇനി സുദാസിയു 6 അക്ഷരമുള്ള ഫിഅലുകൾ. ഉദാഹരണത്തിന് ഇസ്തഗ്ഫറ, പാപമോചനം ചെയ്തു. ഫിഅലുകൾക്ക് മൊത്തം 44 ബാബുകളുണ്ട്. അഥവാ ഈ ഫിഅലുകളെ, ക്രിയകളെ 44 വസിനിലേക്ക് നമുക്ക് മാറ്റാനായി സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഫഅല, യഫ്ഉലു ബാബിൽ ഫഅല, അതിൻ്റെ മാലിയാണ് ഫഅൽ. മാലി മുലാരി ആക്കുമ്പോൾ യഫ്ഉലു. അതിൽ വരുന്നതാണ് നസ്വറ, യൻസുറു. നസ്വറ, അവൻ സഹായിച്ചു. ഫിഅൽ മാലിനാണ്. യൻസുറു എന്ന് പറഞ്ഞാൽ മുലാരി ആണ്, അവൻ സഹായിക്കുന്നു. യൻസുറു, ഇത് ഒരു ബാബ്. ഇങ്ങനെ മൊത്തം ഒരു 44 എണ്ണമുണ്ട്. ഒരു 5 എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാബു നസ്വറ എന്നാണ് പറയുക. നസ്വറ, യൻസുറു, ഐൻ കലിമക്ക് ദൊമ്മ, അതാണ് ഇതിൻ്റെ മാറ്റം. ഫഅല, യഫ്ഇലു ആ വസനിൽ വരുന്ന ഒരു ഇതാണ്. വറബ, അവൻ അടിച്ചു. യദ്രിബു, അവൻ അടിക്കുന്നു. ഐൻ കലിമക്ക് കസ്റ, രണ്ടാമത്തെ ബാബ്. ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഐൻ കലിമക്ക് ഫതഹ വരുന്നത്. ഫതഹ യഫ്തഹു, ഫതഹ യഫ്തഹു. ഇനി ഫഇല, മാലിയിലാണ് മാറ്റം. ഫഇല യഫ്അലു, ഫഇല യഫ്അലു ആ ഇതിൽ വരുന്നതാണ്. സമിഅ യസ്മഉ, സമിഅ യസ്മഉ, ഫരിഹ യഫ്റഹു ഒക്കെ പോലുള്ളവ. ഓക്കെ, ഇനി ഫഉല യഫ്ഉൽ, ഫഉല യഫ്ഉലു അതിൽ വരുന്നതാണ്. കറുമ യക്രുമു. അപ്പോൾ നമ്മൾ 5 എണ്ണം പറഞ്ഞില്ലേ. ഇനി 39 എണ്ണം കൂടിയുണ്ട്. ഈ 44 മഷ്ഹൂറായിട്ടുള്ളത്, ഫേമസ് ആയിട്ട് കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് 22 എണ്ണമാണ്. ഫിഅലുൽ മാളി അഥവാ ഭൂതകാല ക്രിയക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. 3 അക്ഷരത്തിൽ കുറവുള്ള മാളിയായ ഫിഅൽ ഉണ്ടാകില്ല. പിന്നെ ഒരക്ഷരമുള്ള ഫിഅലുൽ അംറൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അറബി ഭാഷയിലുള്ള ഏതൊരു അക്ഷരത്തെയും ഒരു തൂക്കി നോക്കാനായിട്ട് ഒരു മീസാൻ, ഒരു തുലാസ് ഉണ്ടാവും. ഓക്കെ, അതിനു വേണ്ടി പണ്ഡിതന്മാർ തിരഞ്ഞെടുത്ത അക്ഷരങ്ങളാണ് ഫ, അ, ല. ഫ, ഐൻ, ലാം, ഫഅല. അത് പല രൂപത്തിലേക്കും അതിങ്ങനെ മാറും. ഓക്കെ, അതൊരു പാറ്റേൺ ആണ്. അതൊരു വെയിറ്റ് നോക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ഫഅല. ഇപ്പോൾ നമ്മൾ കതബ എന്ന് പറയുമ്പോഴെങ്ങനെയാണ് ഫഅല, അത് പല രൂപത്തിലേക്ക് മാറും കേട്ടോ. ഫഅല, ഫാഇൽ, മഫ്ഊൽ, ഇങ്ങനെ പല രൂപത്തിലേക്കും മാറും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കതബ എന്ന് പറയുമ്പോൾ ഖ എന്നത് ഫ കലിമ, ത എന്നത് ഐൻ കലിമ, ബ എന്നത് ലാം കലിമ.
ഓക്കെ, ഫസ്റ്റ് റാഡിക്കൽ ലെറ്റർ, സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ, തേർഡ് റാഡിക്കൽ ലെറ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ലൊറബ എന്ന ഫിയൽ വരുമ്പോൾ ലൊറബൻ്റെ തൂക്കം ഏതാ? ഫഅല. സമീഅൻ്റെ തൂക്കം ഏതാ? ഫഇല. ഖറുബ, ഖറുമൻ്റെ തൂക്കം ഏതാ? ഫഉല. ഇങ്ങനെ ജലസ ജീം ഫ കലിമ, ലാം ഐൻ കലിമ, സീന് ലാം കലിമ, ഇങ്ങനെ. അപ്പോൾ ഒന്നാമത്തെ അക്ഷരം ഫ, രണ്ടാമത്തേത് ഐന്, മൂന്നാമത്തേത് ലാം കലിമ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്രിയകൾ എടുത്ത് നോക്കുക. എന്നിട്ട് അത് ഏത് തൂക്കത്തിലാണ് വരുന്നത്? അപ്പോൾ ഹസൂന ഏത് തൂക്കത്തിലാണ് വരിക? ഏതാണ് അതിൻ്റെ വസ്ന്? ഫഉല. സഹുല, ഫഉല. ഫഇലയിൽ വരുന്നത് സമിഅ, ഫരിഹ, ഗളിബ, ഖബില, നദിമ. ഇതൊക്കെ ഫഇലയിൽ വരും. ഫഇലയിൽ വരിക കതബ, ജലസ, ദറബ, മനഅ, ഖതല. ജാലിസുൻ ഇരിക്കുന്നവൻ, ഏതാണ് അതിൻ്റെ തൂക്കം? ഫാഇലുൻ. അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ക്രിയകൾ, കുറച്ച് അതിൻ്റെ വസനുകൾ, മാളി, മുലാരി, മസ്ദർ രൂപങ്ങൾ പഠിക്കാം. കുറച്ച് ക്രിയകൾ കേട്ടോ. അതിൽ ഇൻഷാ അല്ലാഹ് മാളി ആയിട്ടുള്ള ഫിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു പോയ കാലക്രിയ. പിന്നെ മുലാരി ആയിട്ടുള്ള ക്രിയ, അത് പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും നമ്മൾ ഉപയോഗിക്കും മുലാരി. പിന്നെ അതിൻ്റെ മസ്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെർബൽ നൗൺ. ഇൻഷാ അല്ലാഹ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലം കുറച്ച് ഫിയലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫഅല, എഫ് അലു ബാബിൽ വരുന്നത് കേട്ടോ. ഫഅല എഫ് അലു, ഐൻ കരിമക്ക് ഫതഹ വരുന്നത്. ഫതഹ അവൻ തുറന്നു, യഫ്തഹു അവൻ തുറക്കുന്നു, ഫത്ഹൻ തുറക്കൽ. നസ്ഹ അവൻ ഉപദേശിച്ചു, യൻസഹു അവൻ ഉപദേശിക്കുന്നു, നസ്ഹൻ ഉപദേശം. മാളി, മുലാരി, മസ്ദർ ആ രൂപത്തിലാണ് ഇത്. മനഹ എന്ന് പറഞ്ഞാൽ അവൻ നൽകി, ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, മനഹ. യംനഹു അവൻ നൽകുന്നു, മൻഹൻ നൽകൽ. സബഹ നീന്തി, അവൻ നീന്തി, യസ്ബഹു അവൻ നീന്തുന്നു, സിബാഹത്തൻ നീന്തൽ. റഫഅ അവൻ ഉയർത്തി, യർഫഉ അവൻ ഉയർത്തുന്നു, റഫ്അൻ ഉയർത്തൽ. തബഹ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തു, ഭക്ഷണം പാകം ചെയ്യുന്നത്. യത്ബഹു കുക്ക് ചെയ്യുന്നു, തബ്ഹൻ കുക്ക് ചെയ്യൽ. റഖഅ അവൻ റുകൂ ചെയ്തു, യർഖഉ അവൻ റുകൂ ചെയ്യുന്നു, റുകൂഅൻ റുകൂ ചെയ്യൽ. ലമഹ കണ്ടു, അവൻ കണ്ടു, യൽമഹു അവൻ കാണുന്നു, ലംഹൻ കാണൽ. ഇനി ലമഅ ഐന്, അവൻ മിന്നിത്തിളങ്ങി അല്ലെങ്കിൽ അത് മിന്നിത്തിളങ്ങി. യൽമഉ മിന്നിത്തിളങ്ങുന്നു, അത് മിന്നിത്തിളങ്ങുന്നു, ലംഅൻ മിന്നിത്തിളങ്ങൽ. ഈ ഒരു പാറ്റേണിൽ ഇനിയുമുണ്ട്, എന്നാലും കുറച്ച് പഠിച്ചു വെക്കുക. ഇനി ഫഅല യഫ്ഉലു ബാബിൽ വരുന്നത് കേട്ടോ. ഫഅല യഫ്ഉലു, മുലാരിയിലെ ഐൻ കലിമക്ക് ദമ്മ. യഫ്ഉലു. നസറ അവൻ സഹായിച്ചു, യൻസുറു അവൻ സഹായിക്കുന്നു, നസ്റൻ സഹായിക്കൽ. ഖതബ അവൻ എഴുതി, യക്തുബു അവൻ എഴുതുന്നു, കിതാബത്തൻ എഴുതൽ. ദഖല അവൻ പ്രവേശിച്ചു, യദ്ഖുലു അവൻ പ്രവേശിക്കുന്നു, ദുഖൂരൻ പ്രവേശിക്കൽ. ഖറജ അവൻ പുറപ്പെട്ടു, പുറത്തുപോയി. യഖ്റുജു അവൻ പുറത്തു പോകുന്നു, ഖുറൂജൻ പുറപ്പെടൽ. സകന അവൻ താമസിച്ചു, യസ്കുനു അവൻ താമസിക്കുന്നു, സകനൻ താമസിക്കൽ. സജദ അവൻ സുജൂദ് ചെയ്തു, യസ്ജുദു അവൻ സുജൂദ് ചെയ്യുന്നു, സുജൂദൻ സുജൂദ് ചെയ്യൽ. തറക അവൻ ഉപേക്ഷിച്ചു, യതുർക്കു അവൻ ഉപേക്ഷിക്കുന്നു, തർക്കൻ ഉപേക്ഷിക്കൽ. ഖതല അവൻ കൊന്നു, യഖ്തുലു അവൻ കൊല്ലുന്നു, ഖത്ലൻ കൊല്ലൽ. സഖത അവൻ വീണു, യസ്കുതു വീഴുന്നു, സുഖൂത്തൻ വീഴൽ. നദറ അവൻ നോക്കി, യന്ദുറു അവൻ നോക്കുന്നു, നദ്റൻ നോക്കൽ. അതസ അവൻ തുമ്മി, യഅതുസു അവൻ തുമ്മുന്നു, അതുസൻ തുമ്മൽ. അബദ അവൻ ആരാധിച്ചു, അവൻ ആരാധിക്കുന്നു, യഅബുദു അവൻ ആരാധിച്ചു, യഅബുദു അവൻ ആരാധിക്കുന്നു, ഇബാദത്തൻ ആരാധിക്കൽ. ഖദമ അവൻ സേവനം ചെയ്തു, യഖ്ദുമു അവൻ സേവനം ചെയ്യുന്നു, ഖിദ്മത്തൻ സേവനം ചെയ്യൽ. ഇനി ഫഅല യഫ്ഇലു
ബാബിൽ വരുന്നത് കേട്ടോ. മുലാരിൻ്റെ ഐൻ കരിമക്ക് കെസറ. ദറബ അവൻ അടിച്ചു. യദ്രിബു അവൻ അടിക്കുന്നു. ദർബൻ അടിക്കൽ. ജലസ അവൻ ഇരുന്നു. യജ്ലിസു അവൻ ഇരിക്കുന്നു. ജുലൂസൻ ഇരുത്തം. നതഖ അവൻ ഉച്ചരിച്ചു. യന്തിഖു അവൻ ഉച്ചരിക്കുന്നു. നത്ഖൻ ഉച്ചരിക്കൽ. റബത അവൻ കെട്ടിയിട്ടു. യർബിതു അവൻ കെട്ടിയിടുന്നു. റബത്തൻ കെട്ടിയിടൽ. കെസറ അവൻ പൊട്ടിച്ചു. യക്സിറു അവൻ പൊട്ടിക്കുന്നു. കസ്രൻ പൊട്ടിക്കൽ. ഖസദ അവൻ ഉദ്ദേശിച്ചു. യഖ്സിദു അവൻ ഉദ്ദേശിക്കുന്നു. ഖസ്ദൻ ഉദ്ദേശിക്കൽ. അഖറ അവൻ അറുത്തു. യഖിറു അവൻ അറുക്കുന്നു. അഖ്റൻ അറുക്കൽ. ഗസല അവൻ കഴുകി. യഗ്സിലു അവൻ കഴുകുന്നു. ഗസ്ലൻ കഴുകൽ. റജഅ അവൻ മടങ്ങി. യർജിഉ അവൻ മടങ്ങുന്നു. റുജൂഅൻ മടങ്ങൽ. ഹലക അവൻ നശിപ്പിച്ചു. യഹ്ലികു അവൻ നശിപ്പിക്കുന്നു. ഹലാക്കൻ നശിപ്പിക്കൽ. സറഖ അവൻ മോഷ്ടിച്ചു. യസ്രിഖു അവൻ മോഷ്ടിക്കുന്നു. സരിഖതൻ മോഷ്ടിക്കൽ. ഇനി ഫഇല യഫ്അലു ബാബിൽ വരുന്ന കുറച്ച് ഫേലുകളെ പരിചയപ്പെടാം. സമിഅ അവൻ കേട്ടു. യസ്മഉ അവൻ കേൾക്കുന്നു. സമാഅൻ കേൾക്കൽ. ഫരിഹ അവൻ സന്തോഷിച്ചു. യഫ്റഹു അവൻ സന്തോഷിക്കുന്നു. ഫറഹൻ സന്തോഷിക്കൽ. ലബിസ അവൻ ധരിച്ചു. യൽബസു അവൻ ധരിക്കുന്നു. ലുബുസൻ ധരിക്കൽ. അതിഷ അവൻ ദാഹിച്ചു. യഅ്തശു ദാഹിക്കുന്നു. അതശൻ ദാഹിക്കൽ. ശരിബ അവൻ കുടിച്ചു. യഷ്റബു അവൻ കുടിക്കുന്നു. ഷുർബൻ കുടിക്കൽ. ഹസീന അവൻ ദുഃഖിച്ചു. യഹ്സനു അവൻ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു. ഹുസ്നൻ സങ്കടപ്പെടൽ. തഈബ അവൻ ക്ഷീണിച്ചു. യതഅബു അവൻ ക്ഷീണിക്കുന്നു. തഅബൻ ക്ഷീണിക്കൽ. കരിഹ അവൻ വെറുത്തു. യക്റഹു അവൻ വെറുക്കുന്നു. കറാഹതൻ വെറുക്കൽ. റക്കിബ അവൻ കയറി. യർക്കബു അവൻ കയറുന്നു. റുകൂബൻ കയറൽ. ഷഹിദ അവൻ സാക്ഷ്യം വഹിച്ചു. യഷ്ഹദു അവൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹാദത്തൻ സാക്ഷ്യം വഹിക്കൽ. ലബിസ അവൻ കഴിച്ചുകൂട്ടി. യൽബസു അവൻ കഴിച്ചുകൂട്ടുന്നു. ലബ്സൻ കഴിച്ചുകൂട്ടൽ. ഇനി ഫഉല യഫ്ഉലു വസ്നിൽ വരുന്നത് ഹസുന യഹ്സുനു. ഹസുന അവൻ നന്നാക്കി. യഹ്സുനു അവൻ നന്നാക്കുന്നു. ഹുസ്നൻ നന്നാക്കൽ. ഖറുബ അവൻ അടുത്തു. യഖ്റുബു അവൻ അടുക്കുന്നു. ഖറാബത്തൻ അടുക്കൽ. ബഅുദ അവൻ അകന്നു. യബ്ഉദു ബുഅദൻ അകലൽ. കസുറ അവൻ വർദ്ധിപ്പിച്ചു. യക്സുറു അവൻ വർദ്ധിപ്പിക്കുന്നു. കസ്റതൻ വർദ്ധിപ്പിക്കൽ. ഖമുല അവൻ പൂർത്തിയാക്കി. യഖ്മുലു അവൻ പൂർത്തിയാക്കുന്നു. ഖമാലൻ പൂർത്തിയാക്കൽ. സഹുല അവൻ എളുപ്പമാക്കി. യസ്ഹുലു സുഹൂലത്തൻ എളുപ്പമാക്കൽ. ഖറുമ അവൻ ആദരിച്ചു. യഖ്റുമു ഖറാമത്തൻ ആദരണീയനാക്കൽ. ഖബുസ അവൻ ചീത്തയാക്കി. യഖ്ബുസു ഖുബുസൻ ചീത്തയാക്കൽ. ഹറുമ അവൻ നിഷിദ്ധമാക്കി. യഹ്റുമു നിഷിദ്ധമാക്കൽ. അവൻ നിഷിദ്ധമാക്കുന്നു. ഹുർമൻ നിഷിദ്ധമാക്കൽ. അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളിൽ 3 അക്ഷരങ്ങളെ ഹുറൂഫുൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. രോഗം വന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ വീക്ക് ലെറ്റേഴ്സ്, ദുർബലാക്ഷരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളാണ് അവ. ബാക്കി അക്ഷരങ്ങളൊക്കെ ശക്തിയുള്ള അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരക്ഷരമോ 2 അക്ഷരമോ ഒരു ഫിഅലിൽ വന്നാൽ ആ ഫിഅലിനെ നമ്മൾ പറയാ ഫിഅലുൻ മുഅത്തല്ലുൻ അല്ലെങ്കിൽ അൽ ഫിഅലുൽ മുഅത്തല്ലു എന്നാണ് വിളിക്കുക. മുഅത്തല്ലായ ഫിഅൽ എന്നാണ് പറയുക. ഉദാഹരണത്തിന് ഖാഫ് കഴിഞ്ഞിട്ട് അലിഫ് വന്നിരിക്കുന്നു. ദആ കണ്ടോ, 3ാമത്തെ ലെറ്റർ അലിഫാണ്. വഅദ ആദ്യത്തെ അക്ഷരം വാവാണ്. റദിയ 3ാമത്തെ ലെറ്റർ യാ ആണ്.
ഇനി ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഇല്ലാത്ത ക്രിയകളെ സ്വഹീഹായ ഫിഅൽ എന്നാണ് വിളിക്കുക. ജലസ, ഖതബ, റജഅ, ദഹബ ഇതിലൊന്നും തന്നെ അലിഫോ വാവോ യാഓ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ക്രിയകളെ സ്വഹീഹായ ഫിഅൽ എന്ന് പറയും. ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള ക്രിയകളെ മുഅത്തലായ ഫിഅൽ എന്നും വിളിക്കുന്നു. ഇനി സ്വഹീഹായ ഫിഅൽ അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഇല്ലാത്ത ഫിഅലുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് അൽ മഹ്മൂസായ ക്രിയ, മഹ്മൂസായ ഫിഅൽ. അതിൽ സ്വഹീഹായ ഫിഅലിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഹംസയായി വരിക. തുടക്കത്തിൽ ഹംസ വരുന്നതിന് ഉദാഹരണമാണ് അക്കല, ഒന്നാമത്തെ അക്ഷരം ഹംസ, അതുകൊണ്ടത് മഹ്മൂസായ ഫിഅലാണ്. സഅല, രണ്ടാമത്തെ അക്ഷരം ഹംസ. ഖറഅ, മൂന്നാമത്തെ ലെറ്റർ ഹംസയായി വന്നിരിക്കുന്നു. ഇത്തരം ഫിഅലുകളൊക്കെ മഹ്മൂസായ ഫിഅലുകളാണ്. രണ്ടാമത്തേത് മുളഅഫായ ഫിഅലുകൾ, ഇരട്ടിക്കപ്പെട്ട ഫിഅലുകൾ അഥവാ ശബ്ദയൊക്കെ വരുന്നത്. ഉദാഹരണത്തിന് റദ്ദ എന്ന് പറയുമ്പോൾ റാ ഫതഹ, ദാൽ സുക്കൂൻ, ദാൽ ഫതഹ അറിയാലോ. ഷദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുക്കൂനുള്ള ലെറ്ററും ഒരു ഹർക്കത്തുള്ള ലെറ്ററും കൂടിയിട്ടാവുമ്പോഴാണ് ഷദ്ദ വരുന്നത്. അങ്ങനെ ഷദ്ദ വരുന്ന ഫിഅലുകളുണ്ട്. അതിനെ പറയാ മുളഅഫായ ഫിഅലുകൾ. റദ്ദ, അത് ഒരേ വർഗത്തിൽപ്പെട്ട, റദ്ദ പറയുമ്പോൾ 2 ദാല് ഒരേ വർഗത്തിൽപ്പെട്ട ആ ഒരു 2 അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്തിട്ട് ഇത് ആവർത്തിച്ചു വന്നു. ഓക്കെ, ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ അതിനെ ഇദ്ഗാം ചെയ്തു, ഇരട്ടിക്കപ്പെട്ട അവസ്ഥയിൽ വരുന്നു. ഇത്തരം സ്വഹീഹായ ഫിഅലുകളെ മുളഅഫ് എന്നാണ് പറയുക. ഓക്കെ, ഷദ്ദ, മദ്ദ അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഇരട്ടിക്കപ്പെട്ടതോ ഹംസയോ വരാത്ത ഫിഅലുകളുണ്ടല്ലോ, അത്തരം ഫിഅലുകളെ സാലിമായ ഫിഅൽ എന്ന് പറയുന്നു. അതായത് ഇരട്ടിക്കലിൽ നിന്നും ഹംസയിൽ നിന്നും മുക്തമായ എല്ലാ സ്വഹീഹായ ഫിഅലുകളും സാലിമായ ഫിഅലുകളാണ്. ജലസ, ഖതബ പോലുള്ളവയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ നമ്മൾ സ്വഹീഹായ ഫിഅലിൻ്റെ 3 തരമാണ് പറഞ്ഞത്. ഇനി മുഅത്തലായ ഫിഅലുകൾ, ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്ന ക്രിയകൾ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് അൽ മിസാലു എന്നാൽ ഫാ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വരിക. ആദ്യത്തെ അക്ഷരം ഒരിക്കലും തന്നെ അലിഫ് ഒരിക്കലും തന്നെ ഒരു ഫിഅലിൻ്റെ ആദ്യത്തെ അക്ഷരമായി വരില്ല. ഓക്കെ, പിന്നെ ഹംസയാണ്. ഹംസ മഹ്മൂസിലാണ്, സ്വഹീഹായ ഫിഅലിലാണ് ഹംസ വരിക. അലിഫാണ് ഇവിടെ പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വഅദ, ഉദാഹരണം വഅദ, വാവ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. യബിസ, ഇല്ലത്തിൻ്റെ അക്ഷരം ആദ്യത്തെ അക്ഷരമായിട്ട് ഫാ കലിമയായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം അൽ അജ്വഫു, ഐൻ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരം ആവുക. നടുവിലെ ലെറ്റർ ഐൻ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരം ആവുക. അജ്വഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളയായത് എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, ഉദാഹരണം ഖാല, രണ്ടാമത്തെ ലെറ്ററായ അലിഫ് ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നു. ഐൻ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നു. ഹവീറ, വാവ് ഐൻ കലിമയാണല്ലോ, അത് ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നു. മൂന്നാമത്തെ വിഭാഗം അന്നാഖിസു എന്ന് പറഞ്ഞാൽ ലാം കലിമ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വരിക. ഉദാഹരണം ദഅ, അലിഫ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, ലാം കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നു. ഖള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അലിഫ് മക്സൂറ ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. ഖശിയ, ലാം കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. റദിയ, യാ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അത് ലാം കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. നാലാമത്തെ വിഭാഗം അൽ ലഫീഫുൽ മഫ്റൂഖു, 2 ഇല്ലത്തിൻ്റെ അക്ഷരം. 2 ഇല്ലത്തിൻ്റെ അക്ഷരത്തിനടക്ക് ഒരു വിടവുണ്ടാവുക അഥവാ വേർപ്പെടുത്തുക എന്നർത്ഥം. അഥവാ ഫാ കലിമയും ലാം കലിമയും ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. നടുവിലെ ലെറ്റർ പിന്നെ ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, എന്താ ശക്തിയുള്ള അക്ഷരമാണ്. ഉദാഹരണത്തിന് വലിയ, വഖ, വലിയ ഫാ കലിമയാണ്, വാ യാ എന്നത് ലാം കലിമയാണ്. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതും ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. നടുവിലെ ലെറ്റർ ശക്തിയുള്ള അക്ഷരമാണ്. വഖ, വാവും അലിഫ് മക്സൂറയും ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഖാഫ് ശക്തിയുള്ള അക്ഷരമാണ്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെ ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമായി വരുന്നതാണ് അൽ ലഫീഫുൽ മഫ്റൂഖ്. ഇനി അൽ ലഫീഫുൽ മഖ്റൂൻ എന്നാൽ ഐൻ കലിമയും ലാം കലിമയും ഇല്ലത്തിൻ്റെ അക്ഷരമായി വരിക.
ഉദാഹരണത്തിന് നവാ, നവാ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചു. നവാ വാവും യാവും അവസാനത്തെ രണ്ട് ലെറ്റേഴ്സും അഥവാ ലാം കലിമയും ഐൻ കലിമയും ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. റവ വാവും അലിഫ് മക്സൂറയും ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നിരിക്കുന്നു. അപ്പോൾ ലഫീഫുൽ മഖ്റൂനും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇല്ലത്തിൻ്റെ അക്ഷരമായി എന്ത് വരില്ല? ഒന്നാമത്തെയും രണ്ടാമത്തെയും അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരാറില്ല. ഓക്കെ, അതുപോലെ തന്നെ 1, 2, 3 അതും ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായും വരുന്ന ഫിയലുകൾ ഇല്ല. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇടാം. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.